48.2 ആണ് എനിക്ക് കിട്ടിയ മൈലേജ്, വിച്ച് ഈസ് നോട്ട് ബാഡ്. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ബാംഗ്ലൂർ മഴ തന്നെയാണ്. അപ്പോൾ ഇന്നൊരു മഴ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു 2023 ഹോണ്ട ആക്ടിവ 6G ആണ്. ഈ വണ്ടി ഇറങ്ങിയത് 2020-ലാണ്. ഓൾമോസ്റ്റ് 6.5 ഇയേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഈ കൊല്ലം ആദ്യമാണ് കുറച്ചൊരു അപ്ഡേറ്റ് വന്നത്. ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഡിലക്സ് വേരിയൻ്റ് ആണ്. 2026 ഡിലക്സ് വേരിയൻ്റ് ഒക്കെ ആയപ്പോഴേക്കും അലോയ് വീൽസും LED ഡിസ്പ്ലേ ഒക്കെ വന്നു തുടങ്ങി. 3 വേരിയൻ്റാണ് വരുന്നത്: സ്റ്റാൻഡേർഡ്, ഡീലക്സ്, പിന്നെ എച്ച് സ്മാർട്ട്. എച്ച് സ്മാർട്ട് എന്ന് പറയുമ്പോൾ ഒരു കീലെസ് എൻട്രിയാണ് വരുന്നത്. ആൻറ്റി തെഫ്റ്റ് ഫീച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിലൊന്നും ആർക്കും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഓൾമോസ്റ്റ് ഒരു 3 വർഷം പഴക്കമുണ്ട്. 5800 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്ന വണ്ടിയല്ല, വീക്കെൻഡ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് 3 വർഷമായിട്ടും 5800 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയിട്ടുള്ളത് ഈ വണ്ടി. 6G ആയപ്പോഴേക്കും ആക്ടിവ ഫ്യൂൽ ഇഞ്ചക്ഷനായി. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയപ്പോൾ മൈലേജിൽ നല്ല വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 65-70 ഒക്കെയാണ് മാക്സിമം. അപ്പോൾ ഒരു കംഫർട്ടബിൾ സ്പീഡ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ 40-50 ഒക്കെ തന്നെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്തു ഒരു ആക്ടിവ. അതൊരു ബ്ലാക്ക് ആക്ടിവ. അന്ന് അവൻ പഠിപ്പിച്ച് തന്നാണ് എക്കോണമിയിൽ പോകാനായിട്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം 40-50 കണ്ടോ, അതൊരു എക്കോണമിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു 40-50 പിടിച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര മൈലേജാണ്. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കന്ന് വീട്ടിൽ നിന്ന് 3 ദിവസം കൂടുമ്പോൾ 50 രൂപ കൊടുക്കത്തുള്ളൂ പെട്രോൾ അടിക്കാൻ. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു പെട്രോളിന് 30 സംതിങ് ഒക്കെയാണ്. അപ്പോൾ 1 ലിറ്റർ അടിച്ച് കഴിഞ്ഞാൽ സ്വർഗമാണ്. ഒരു 50 സംതിങ് കിലോമീറ്റർ സുഖമായിട്ട് ഓടാം. എക്സ്ട്രാ ഓടണമെങ്കിൽ ഈ പറഞ്ഞത് നമ്മൾ ആരിലേക്ക് അടിച്ചിട്ട് വേണം പോകണമെങ്കിൽ. പക്ഷേ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 3 ദിവസം കൂടും 50 രൂപ ആൾക്ക് പെട്രോൾ അടിക്കാൻ കൊടുക്കുള്ളൂ. അപ്പോൾ മാക്സിമം ഫ്യൂൽ എക്കോണമി കിട്ടാൻ വേണ്ടി ഈ 40-50 ഈ എക്കോണമി എന്ന് എഴുതിയിട്ടില്ലേ, ഈ എക്കോണമിയുടെ നടുക്ക് പിടിച്ച് ഞങ്ങൾ എപ്പോഴും പോവാം. അറിയാണ്ട് കയ്യിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ നിന്ന് പറയും, എടാ എക്കോണമി നോക്കി പോകാനായിട്ട്. എനിക്ക് എപ്പോഴൊക്കെ ആക്റ്റീവ് ഓടിക്കുമ്പോൾ എനിക്ക് ആ കാലഘട്ടം ഓർമ്മ വരും. ഞാൻ ഒരിക്കലും മറക്കില്ല അത്. കണ്ടോ, മഴ ഇപ്പോൾ ശരിക്കും കൂടി. അപ്പോൾ നിങ്ങൾ കാണുന്നതിൽ മഴ ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വണ്ടിയിൽ വീഡിയോ എടുക്കാനായിട്ട്. ഇന്ന് സാഹചര്യം കിട്ടിയപ്പോൾ അതേ പിന്നെയും മഴ. ഞാൻ നാളെ ഈ വണ്ടി തിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ 6G ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ മൈലേജ് കൂടിയിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ പവർ നല്ലപോലെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവും ഓവർടേക്കൊക്കെ ചെയ്യുമ്പോഴാണ് വണ്ടി കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ. നമ്മൾ സോളോ ആയിട്ട് പോകുമ്പോൾ അത്ര കുഴപ്പം തോന്നില്ല. പില്ലിനൊക്കെ ആയിട്ട് പോകുമ്പോൾ ആ പവർ ലാഗ് ശരിക്കും ഫീൽ ചെയ്യും. ഞാനിത് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ കരുതി ഈ വണ്ടിയിൽ ഒരു കുഴപ്പമായിരിക്കുന്നത്. പക്ഷേ അല്ല, ഞാൻ 2-3 പേരോട് ചോദിച്ചു. ഇപ്പോൾ 6Gക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. കാർബറേറ്ററിന് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയപ്പോഴും മൈലേജ് കൂടി, പക്ഷേ പവർ കുറച്ച് ഡ്രോപ്പ് വന്നിട്ടുണ്ടെന്നുള്ളത്. സ്പെക് ഷീറ്റിൽ പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും BHPയിലാണെന്നുണ്ടെങ്കിലും ടോർക്കിലാണെങ്കിലും കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ആക്റ്റീവ് അറിയാവുന്നവർക്ക് അറിയാം, ഇതൊരു ഫീച്ചർ ലോഡഡ് വണ്ടിയല്ല. സ്കൂട്ടറിന് ആക്റ്റീവ് എന്ന് വിളിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇതൊരു വികാരമാണ്. 110cc, ഈവൻ 125 അവൈലബിൾ ആണ്. പക്ഷേ മെജോറിറ്റി ആൾക്കാർ എടുക്കുന്നത് 110 ആണ്. കാരണം ഡെയിലി പർപ്പസ് റഫ് യൂസൊക്കെ ബെസ്റ്റാണ്. അതിനൊന്നും പറ്റാനില്ല. 6Gയുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി അധികം ഓടാത്ത വണ്ടിയാണ്. പിന്നെ 6G ആയപ്പോഴേക്കും എൻജിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് സെൽഫും വന്നേക്കുന്നത്. സ്റ്റാർട്ടർ മോട്ടറൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. വളരെ സൈലൻ്റാണ് വണ്ടി. സ്റ്റാർട്ടാകുന്നത് നമ്മൾ അറിയുകൂടിയില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ദോ ആക്ടിവ 4G മുതൽ LED ആണെന്നുണ്ടെങ്കിലും പാസ് സ്വിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഡെഡിക്കേറ്റഡ് പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും LED തന്നെയാണ് വരുന്നത്. ഡീസൻറ്റ് ത്രോ എന്നേ പറയാനുള്ളൂ. ഇതുകൊണ്ട് അങ്ങനെ നമ്മൾ ലോങ് ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. സിറ്റി യൂസിനൊക്കെ ഇറ്റ്സ് ഓക്കെ. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം. അപ്പോൾ ബേസ് വേരിയൻറ്റിലാണ് നമുക്ക് ഹാലജൻ ഹെഡ് ലാംപ്സ് വരുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഹാലജൻ ഹെഡ് ലാംപ്സിനായിരിക്കും കുറേ കൂടി വട്ടം കൂടുതൽ. പക്ഷേ ഇത് ഡീലക്സ് വേരിയൻ്റ് ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഡീലക്സ് വേരിയൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LED ഹെഡ് ലാംപ്സും LED ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും പിന്നെ അലോയ് വീൽസും വരുന്നുണ്ട്. ഈ വണ്ടിക്ക് അലോയ് വീൽസ് വരുന്നില്ല. 2023 മോഡലാണ്. സ്റ്റീൽ വീൽസ് തന്നെയാണ്. ഫ്രണ്ട് വീല് വരുന്ന 12 ഇഞ്ച്, റെയർ വീല് വരുന്ന 10 ഇഞ്ചുമാണ്. 6G ആയപ്പോഴേക്കും ഫ്യൂൽ ലിഡ് സീറ്റിൻ്റെ അടിയിൽ നിന്ന് മാറ്റി എക്സ്റ്റേണൽ ആയിട്ടുണ്ട്. അത് തുറക്കണമെങ്കിൽ നമുക്കിവിടെ സ്വിച്ച് ഉണ്ട്. അത് താഴത്തേക്ക് അമർത്തി കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആവും. മേലോട്ട് അമർത്തി കഴിഞ്ഞാൽ ഫ്യൂൽ ലിഡ് ഓപ്പൺ ആവും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പമ്പിലൊക്കെ വെയിറ്റ് ചെയ്യാൻ നേരത്ത് കീ ഊരി സീറ്റ് അടിച്ച് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറയണമെങ്കിൽ ഈ ഫീച്ചറൊക്കെ TVS ജൂപ്പിറ്ററിലൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. ഹോണ്ട പൊതുവേ കുറച്ചൊന്ന് ലേറ്റ് ബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്കങ്ങനെ ഫീച്ചേഴ്സൊന്നും കാര്യമായിട്ട് വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇറങ്ങുന്ന വണ്ടികളൊക്കെ നല്ലതാണ് കേട്ടോ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോഴും 110cc സെഗ്മെൻറ്റിൽ ആക്റ്റീവ് തന്നെയായിരിക്കും ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, പീസ് ഓഫ് മൈൻഡ്. എന്തൊക്കെ ചെയ്താലും ഈ വണ്ടി അങ്ങ് നശിഞ്ഞൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് 6Gനെ കുറിച്ച് എനിക്കറിയില്ല. 6G യൂസ് ചെയ്യുന്നവർ വളരെ അപൂർവം എനിക്കറിയുള്ളൂ. ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ഓൾമോസ്റ്റ് 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിയോട് ഫേസ് ചെയ്തിട്ടില്ല. ഒരു 2-3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയാൻ പറ്റും ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും 6G യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ്സ് ഒന്ന് അറിയിച്ച് കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. സീറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ്. പില്ലിയൻ സീറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിളാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയത്തക്ക ഭയങ്കര ഡിസ്കംഫർട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വണ്ടി സ്റ്റോക്കായിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലും ഓൾസോ സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ആക്ടിവ 6th ജനറേഷൻ ആയിട്ട് കൂടിയും ഒരു ഡിസ്ക് ബ്രേക്ക് ഇപ്പോഴും മിസ്സിംഗ് ആണെന്നുള്ളതാണ് എനിക്ക് ചെറിയ സങ്കടം പറയാനുള്ളത്. എൻ്റെ അടുത്തൊരു 2009 മോഡൽ ഏവിയേറ്റർ ഉണ്ടായിരുന്നു. ഏവിയേറ്റർ 110cc തന്നെയാണ്, പക്ഷേ അതിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ അത്യാവശ്യം കൈ കൊടുത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്രേക്കിംഗ് കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ മഴയത്താണെന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ പേടിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. പക്ഷേ ഇത് ഡ്രം ആയതുകൊണ്ടും ഈവൻ വീൽസ് ചെറുതായതുകൊണ്ട് ആ ഒരു പേടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ആക്റ്റീവയിൽ 65 ഒക്കെയാണ് മാക്സിമം സ്പീഡ് പോകുന്നത്. പക്ഷേ എങ്കിലും ഒരു ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി നമുക്കൊരു ബ്രേക്കിംഗ് കോൺഫിഡൻസ് കിട്ടിയാൽ. പഴയ ഇറ്റേണോ പോകുന്നു. എൻ്റെ ചാനലിൽ വൺ ഓഫ് ദ ഫസ്റ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളത് ഹോണ്ട ഇറ്റേണോടെയാണ്. അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. മഴയത്ത് കൊണ്ടുനടന്നതിൻ്റെ ചെളി മാത്രമേ ഉള്ളൂ. നൈസ്. ഇവിടെ പാർട്സൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ പഴയ വണ്ടികളോട് ഭയങ്കര ഭ്രാന്താണ്. ഇപ്പോൾ കാറായാലും ശരി ബൈക്കായാലും ശരി. പുള്ളി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നൈസ്. നമുക്കൊന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ആക്ടിവയ്ക്ക് മൈലേജ് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ എത്രയാണെന്ന് ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് ആണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഫുള്ളേ താങ്ക് യു. നമുക്ക് 5.3 ലിറ്ററാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചു. ട്രിപ്പ് മീറ്റർ ഇല്ല, അത്ര ചെറിയൊരു ബുദ്ധിമുട്ടാണ്. കിലോമീറ്റർ ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30-40 കിലോമീറ്റർ കഴിഞ്ഞു ഒന്നുകൂടെ ഫുൾ ടാങ്ക് അടിച്ച് നോക്കാം. താങ്ക് യു. 1.47 ലിറ്റേഴ്സാണ് കയറിയത്. 5835 ഫുൾ ടാങ്ക് അടിക്കുന്നത്. ഇപ്പോൾ 5906 ആയി. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഓടിയത് 71 കിലോമീറ്ററാണ്. ഇപ്പോൾ നമ്മൾ അടിച്ചത് 1.47 ലിറ്റേഴ്സാണ്. അപ്പോൾ 71 ഡിവൈഡഡ് ബൈ 1.47 എന്ന് പറയുമ്പോൾ 48.2 ആണ് എനിക്ക് കിട്ടിയ മൈലേജ്. വിച്ച് ഈസ് നോട്ട് ബാഡ്. കാരണം അത്യാവശ്യം നല്ല ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണ് ഞാൻ പെട്ട് കിടന്നിരുന്നത് കുറേ നേരം. നമ്മളൊരു മൂവിങ് ട്രാഫിക്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 55 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. വിച്ച് ഈസ് നോട്ട് ബാഡ്. ആക്ടിവ 6Gയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ്സ് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.